സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് SSC നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 14 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സാധിക്കുന്ന 4 ജോലി ഒഴിവുകളെ പറ്റി മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ അവസാനം നൽകാം. ഇനി സെലക്ഷൻ പോസ്റ്റ് ഫേസ് 14 നോട്ടിഫിക്കേഷനെ പറ്റി അറിയണമെങ്കിൽ ഐ ബട്ടണിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ പൂർണ്ണമായി കാണുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന 4 ഒഴിവുകളെ പറ്റിയിട്ടാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി, ആപ്ലിക്കേഷൻ ഫീസ്, എക്സാമിനേഷൻ സെൻറ്റർ തുടങ്ങിയ കാര്യങ്ങൾ 4 വേക്കൻസി ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം വീഡിയോ അവസാനം ചേർക്കുന്നതായിരിക്കും. ഒന്നാമത്തത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ കീഴിലാണ്. പോസ്റ്റ് നെയിം ഫീൽഡ് അസിസ്റ്റൻറ്റ്, പോസ്റ്റ് കോഡ് KK 1252 ആണ്. ഇനീഷ്യൽ പോസ്റ്റിംഗ് കേരളത്തിലും കർണാടകയിലും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ക്വാളിഫിക്കേഷൻ 10 പറയുന്നത്. കൂടാതെ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഇൻ സെറികൾച്ചറിൽ ഉണ്ടെങ്കിലും നമുക്കിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ലെവൽ പേ വന്നിട്ട് 21,700 രൂപ മുതൽ 61,100 രൂപ വരെയാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. ഇവിടെ SC/STക്ക് 5 വർഷത്തെ, OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. ഇവിടെ ഫീമെയിൽ, മെയിലോ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിലവിലൂടെ റിപ്പോർട്ട് ചെയ്ത ടോട്ടൽ വേക്കൻസി 5 വേക്കൻസിയാണ്. EWHന് 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, URന് 2 വേക്കൻസിന് ടോട്ടൽ. നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് പോകാം. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമർ വെൽഫെയറിലേക്കാണ്. പോസ്റ്റ് കോഡ് CR 1332 ആണ്. പോസ്റ്റ് നെയിം ഫീൽഡ് കം ലാബോറട്ടറി അറ്റൻഡൻ്റ് ആണ്. ഇനി ഇതിനകത്ത് തന്നെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. പിന്നെ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പറ്റും. ലെവൽ പേ വന്നിട്ട് 18,000 രൂപ മുതൽ 56,900 രൂപ വരെയാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 25 വയസ്സ് വരെയാണ്. SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. ഇവിടെ ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന STക്ക് 1 വേക്കൻസിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പോസ്റ്റാണ് നോക്കാം. അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഫോറൻസിക് സയൻസ് സർവീസിലേക്കാണ്. പോസ്റ്റ് കോഡ് വന്നിട്ട് CR 1372 ആണ്. പോസ്റ്റ് നെയിം ലാബോറട്ടറി അറ്റൻഡൻ്റ് ആണ്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ് പറയുന്നത്. പിന്നെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ് വരെയാണ്. SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെ റിലാക്സേഷൻ. പേ ലെവൽ 18,000 രൂപ 56,900 രൂപ വരെയാണ്. നിലവിൽ ടോട്ടൽ വേക്കൻസി 3 വേക്കൻസിയാണ്. EWHന് 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി, URന് 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിലാണ് അടുത്ത് വന്നേക്കുന്നത്. പോസ്റ്റ് നെയിം വന്നിട്ട് ER 1132 ആണ്. പോസ്റ്റ് കോഡ്, പോസ്റ്റ് നെയിം ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് അപേക്ഷയുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. പിന്നെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 18 മുതൽ 25 വയസ്സ് വരെയാണ്. നേരത്തെ പറഞ്ഞ SC/STക്ക് 5 വർഷത്തെ, OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. സാലറി 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് ഇവിടെ സാലറി വരുന്നത്. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തേക്കുന്ന 5 വേക്കൻസിയാണ്. EWHന് 1 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, STക്ക് 1 വേക്കൻസി, URന് 2 വേക്കൻസിയാണ് ടോട്ടൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി 4/5/2026 ആണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 13/4/2026 ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഒരു 100 രൂപ കൊടുക്കണം. അവിടെ SC/ST, എക്സ് സർവീസ്മാൻ, ഫീമെയിലിൽ നിന്നും ഈ ഫീസ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ വന്നിട്ട് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, മലപ്പുറം എന്നിവിടങ്ങളിലെ എക്സാമിനേഷൻ സെൻറ്റർ കിട്ടും. ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന അവസാന തീയതിക്ക് മുമ്പായി SSCയുടെ ഓൺലൈൻ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് അപ്ഡേറ്റ് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. കൂടാതെ ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഒന്ന് അറിയിക്കുക. താങ്ക്